വെൽക്കം ബാക്ക്. ഞാൻ നമ്മുടെ ചോറും മീനിൻ്റെ ഒരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. 1 മില്യൺ ക്രോസ് ചെയ്തു. പലരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടാണ് ഞാൻ വീണ്ടും അവിടെ പോയിട്ട് ഒന്നും കൂടെ വീഡിയോ എടുത്തത്. നിങ്ങളൊന്ന് കണ്ടോക്കണേ. കോഴിക്കോട് വന്നിട്ട് ഈ ഫുഡ് എല്ലാം ഇഷ്ടമായി. എങ്ങനെ വന്നു? ട്രെയിനിനോ ബസ്സിനോ? ഇപ്പോൾ അവരുടെ പാർക്കിംഗ് ഫെസിലിറ്റീസൊക്കെ ഒന്നും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഞങ്ങളൊരു 11:30-12 മണി ആകുമ്പോഴാണ് ഞാൻ എത്തിയത്. കാരണം ക്രൗഡ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടിട്ട് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവർ പാകം ചെയ്യുന്നത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ തന്നെയാണ്. നല്ല ഹൈജീനും ഉണ്ട്. കാരണം നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ്. മീനൊക്കെ ചേച്ചിമാർ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരിഞ്ഞിട്ടൊക്കെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കല്ലുമ്മക്കായ, അതുപോലെ കൂന്തൽ, ചെമ്മീൻ ഇതൊക്കെ ഉണ്ട്. ഒരു അയിലയുടെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. അയക്കുറയുടെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കൂന്തളിൻ്റെ റേറ്റ് വരുന്നത് 180 ആണ്. റേറ്റ് ഇത്തിരി കൂടുതൽ തന്നെയാണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ. നിങ്ങൾ പറയാം 5 സ്റ്റാർ ഹോട്ടൽ ബേസിലല്ല ഞാൻ കമ്പയർ ചെയ്യുന്നത്, സാധാരണ ഒരു ഹോട്ടൽ വെച്ചിട്ട്. കാരണം അവിടെ ഒരു AC റൂമില്ല. 5 സ്റ്റാർ ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ഒരു AC ഇട്ട റൂം ഉണ്ടാവും. അമ്മയും കുഞ്ഞും എന്നുള്ളൊരു സീറ്റ് പരിഗണന ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല എന്ന് മാത്രമേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പിന്നെ പുറത്ത് വേറൊരു ചേട്ടനും ചേച്ചിയും കച്ചവടം ചെയ്യുന്നതാണ് ഇതുപോലെ ഉണ്ണിയപ്പം, മുറുക്ക്, അതുപോലത്തെ ചിപ്സ്, പിന്നെ അതുപോലെ പായസം, അടപ്രഥമൻ്റെ ഒരു ഗ്ലാസ് വില 30 റുപ്പീസും, പിന്നെ അതുപോലെ 1 ലിറ്ററിൻ്റെ ഗ്ലാസിൻ്റെ വില 250 ആണ്. പിന്നെ അവിടെ സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ. റെയിൽവേ സ്റ്റോപ്പും ഇല്ല. അതുപോലെ ബസ് സ്റ്റോപ്പ് മഞ്ചാടിയിലുണ്ട്. ഇവിടെ നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ആരും ഇറക്കി തരും. പിന്നെ അവിടെ റെയിൽവേ സ്റ്റോപ്പൊന്നുമില്ല. കാരണം അത് വേറെ വണ്ടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മറ്റു വണ്ടി ട്രെയിന് ഒന്ന് സ്ലോയിൽ പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഇവർ തല്ലുമാശമാതിരി അവിടെ റെയിൽവേ സ്റ്റോപ്പൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മാമ്പഴത്തിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു. അവർ സീസൺ അല്ലാത്ത സമയത്ത് ഈ മാമ്പഴം കൊടുക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരിയും ചമ്മന്തിയും അതുപോലെ തന്നെ പുളിഞ്ചി ഇതൊക്കെയാണ്. അവരുടെ ഫുഡിനെ ഞാൻ ഒരിക്കലും മോശപ്പെടുത്തി പറഞ്ഞിട്ടില്ല എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും. 70 രൂപയ്ക്ക് അവരുടെ മീൽസ് വളരെ വർത്താണ്. എല്ലാം കഴിഞ്ഞിട്ട് ഈ 4 കൂട്ടി മുറുക്കാനൊക്കെ മുറുക്കിയിട്ട് ആ ഒരു വൈബിൽ ഇറങ്ങി വരണം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ വെറ്റിലക്കുള്ളിൽ റോജാപ്പാക്കും ആ ജീരകം ഇതൊക്കെ വെച്ച് ട്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മീറ്റാപ്പാൻ്റെ ടേസ്റ്റാണ്. ആ മീറ്റാപ്പം കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.